എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പൊതുസമൂഹത്തിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇല്ലാതാക്കുക. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് കേരള പോലീസ് 2011 സ്കൂളുകളിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ പ്രദേശത്തെ കൗൺസിലർ ഉണ്ടാവും, സ്കൂളിൽ HM ഉണ്ടാവും, ടീച്ചേഴ്സിൻ്റെ പ്രതിനിധികളുണ്ടാവും, PTA പ്രതിനിധികളുണ്ടാവും, പോലീസിൻ്റെ പ്രതിനിധികളുണ്ടാവും, എക്സൈസിൻ്റെയോ ഫോറസ്റ്റിൻ്റെയോ മറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിനിധികളുണ്ടാവും, ആ സ്ഥലത്തുള്ള കടകളിലെ പ്രതിനിധികളുണ്ടാവും, അല്ലെ ആ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും, ആ സ്കൂളിലെ ഹെഡ് ബോയ് അല്ലെ ഹെഡ് ഗേൾ, അതിൻ്റെ സ്കൂൾ ലീഡർമാർ അതിനകത്തുണ്ടാകും. അപ്പോൾ ഈ ഗ്യാങ് എല്ലാം, ഈ കൂട്ടായ്മയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ആ സ്കൂളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് അഡ്വാൻസ് ആയിട്ട് കണ്ടെത്തി അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് വഴി ചെയ്യുന്നത്. അതിലേക്കായിട്ട് സ്കൂളുകളിൽ പരാതിപ്പെട്ടി വെക്കാറുണ്ട്. പല കുട്ടികൾക്കും ഉണ്ടാകുന്ന ഇഷ്യൂസ് ഓപ്പണായിട്ട് പറയാൻ താല്പര്യമില്ലായിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ അവർ പേരും നാളും വെക്കാതെ അല്ലെ പേര് വെച്ചുകൊണ്ട് അവർ ഈ പരാതിപ്പെട്ടികളിൽ ഇടുമ്പോൾ ആ പരാതിപ്പെട്ടിയിലുള്ള പരാതി ആ HM അവിടുത്തെ പോലീസ് ഓഫീസേഴ്സും ചേർന്നുകൊണ്ട് അത് പൊട്ടിച്ച് ആ പരാതിയിലുള്ള കണ്ടന്റ് എന്താണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രിക്കോഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു കുട്ടിയെ, ആ കുട്ടിയുടെ കുടുംബത്തെ ഒക്കെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഇതിനെല്ലാത്തിനും വേണ്ടിയാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ ഓരോ രക്ഷിതാവും വളരെ നന്നായിട്ട് ഇടപഴകുകയാണെങ്കിൽ, ഓരോ ടീച്ചറും വളരെ നന്നായിട്ട് ഇടപഴകുകയാണെങ്കിൽ, ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും അതിലുള്ള ഓരോ മെമ്പേഴ്സും വളരെ നല്ല രീതിയിൽ ഇടപെടുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ പറ്റും. അതിലേക്കായിട്ട് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ആയി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ നന്മയെ കരുതി നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുന്നതിലേക്കായി, നാളത്തെ തലമുറ നയിക്കേണ്ടവരായി മാറ്റേണ്ടതിലേക്കായി, നല്ല സമൂഹത്തെ ഉണ്ടാക്കുന്നതിലേക്കായി, നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നതിലേക്കായി, ഇവിടേക്ക് ഒരു ലഹരിയെയും നമ്മൾ അടുപ്പിക്കില്ല എന്ന രീതിയിലേക്ക് മാറ്റേണ്ടതിലേക്കായിട്ടാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മളുടെ കൂട്ടത്തിൽ SPC ഉണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ പെൺകുട്ടികൾക്കുള്ള ജാഗ്രതാ സമിതി ഉണ്ട്, അങ്ങനെ സ്കൗട്ട് ഉണ്ട്, ഗൈഡ് ഉണ്ട്, NCC ഉണ്ട്, NSS ഉണ്ട്. ഈ സംവിധാനം എല്ലാം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഏതാണ്ട് 35 ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾ സുരക്ഷിതരായിരിക്കും. ഈ ലഹരി മാഫിയയെ നമുക്ക് തൂത്തെറിയാൻ പറ്റും. അപ്പം അതിലേക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരുമിച്ച് നിൽക്കേണ്ടത്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ഏകസ്വരത്തിൽ പറയേണ്ടതുണ്ട്. എന്നെ ഇല്ലാതാക്കുന്ന, എൻ്റെ ലക്ഷ്യത്തെ ഇല്ലാതാക്കുന്ന ഈ ലഹരിയെ ഞാൻ തൂത്തെറിയും. അതിലേക്കായിട്ട് ഞങ്ങൾ ഒന്നിച്ചുണ്ട്, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അതിലേക്കായിട്ട് നമുക്ക് ഒന്നിച്ചു പറയാം, സേ നോ ടു ഡ്രഗ്സ്. നമ്മുടെ കലാലയത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഒന്നിച്ചുണ്ട്. ഞങ്ങളുടെ കലാലയത്തിൽ ഞങ്ങളുടെ ഓരോ കുട്ടിയെയും നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഏതൊരു ക്ഷുദ്രശക്തിയെയും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പുറത്തേക്ക്, ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക്, ഈ സമൂഹത്തിൽ നിന്ന് മാറ്റും. അതിലേക്കായിട്ട് ഞങ്ങൾ